ബീഹാർ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ സർജിക്കൽ സ്ട്രൈക്ക് കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം, പ്രത്യേകിച്ച് ആർ ജെ ഡിയിൽ ലല്ലു പ്രസാദ് യാദവിൻ്റെ മകനായിട്ടുള്ള തേജസ്വി യാദവ് ഇനി എന്ത് ചെയ്യണമെന്നറിയില്ല. രാഹുൽ ഗാന്ധി ആണെങ്കിൽ നാട് വിട്ടു. ഇപ്പോൾ 4 ലാറ്റിൻ അമേരിക്കൻ കൺട്രികളിൽ കറങ്ങി നടക്കുകയാണ് രാഹുൽ ഗാന്ധി. അവിടെ ചെന്നിട്ട് 120 കിലോയുള്ള ഒരു ബൈക്കിൽ 2 പേര് കയറുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇതേ 2 പേര് കയറുന്ന കാറിന് 3000 കിലോ ഭാരമുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ രീതിയിൽ നോബൽ പ്രൈസിന് വരെ രാഹുൽ ഗാന്ധിയെ പരിഗണിക്കുന്ന രീതിയിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള പല വാഗ്വാദങ്ങളുമാണ് രാഹുൽ ഗാന്ധി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കോൺഗ്രസ് 100 സീറ്റ് ചോദിച്ചിട്ടുണ്ട്. 100 സീറ്റ് ചോദിച്ചപ്പോൾ 56 സീറ്റ് വരെ തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ തവണ 70 സീറ്റിൽ മത്സരിച്ച് ജയിച്ചത് വെറും 19 സീറ്റിലാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഭരണം കിട്ടാതെ പോയതിൻ്റെ പ്രധാന കാരണമേ കോൺഗ്രസ് ആണ്. പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾക്ക് അവിടെ 15 സീറ്റ് ലഭിച്ചിരുന്നു. CPIM, CPIML, CPI എല്ലാത്തിനും കൂടെ ചേർത്ത് ഒരു 15 സീറ്റ് അവിടെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് ഇത്തവണ അവർക്ക് സ്ട്രൈക്ക് റേറ്റ് കൂടുതലായതുകൊണ്ട് അവർക്ക് സീറ്റ് കൊടുക്കണമെന്നാണ് ഇപ്പോഴും മഹാഗഡ്ബന്ധൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം 21 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടുകളിൽ 10,000 രൂപ എത്തുന്ന, അവർക്ക് അവരുടെ വികസനത്തിന് വേണ്ടി എത്തുന്ന ഒരു പദ്ധതിയാണ് അവിടെ പ്രഖ്യാപിച്ചത്. അത് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇത് കണ്ട് ഞെട്ടിയ RJDയിലെ പല നേതാക്കളും ഇപ്പോൾ തേജസ്വി യാദവും ഒരു വലിയ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ പ്രഖ്യാപനം എങ്ങനെ ഇവർ നടപ്പിലാക്കും എന്നുള്ളതാണ് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്. ആ പ്രഖ്യാപനം എന്ന് പറയുന്നത് ബീഹാറിലെ എല്ലാ കുടുംബങ്ങൾക്കും സർക്കാർ ജോലി നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എല്ലാ കുടുംബങ്ങൾക്കും ബീഹാറിലെ സർക്കാർ ജോലി നൽകും. ഈ എല്ലാ കുടുംബങ്ങൾക്കും എങ്ങനെ സർക്കാർ ജോലി നൽകുമെന്ന് കേട്ട് അവിടെയുള്ള ജനങ്ങൾ പോലും ഞെട്ടിയിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പുതിയ നിയമത്തിലൂടെയാണ് ബീഹാറിൽ സർക്കാർ ജോലിയില്ലാത്ത ഏതൊരു കുടുംബത്തിനും ജോലി നൽകുന്നത് നിർബന്ധമാക്കും എന്നിപ്പോൾ ഇയാൾ പറഞ്ഞിരിക്കുന്നത്. സർക്കാർ രൂപീകരിച്ച് 20 ദിവസത്തിനുള്ളിൽ ഒരു നിയമം നടപ്പിലാക്കും. 20 മാസത്തിനുള്ളിൽ ബീഹാറിലെ ഒരു വീട്ടിൽ പോലും സർക്കാർ ജോലി ഇല്ലാത്തൊരു ജീവനക്കാരൻ ഉണ്ടാകില്ല എന്നും തേജസ്വി യാദവ് പറയുന്നു. എന്തു തന്നെയായിരുന്നാലും ഈ ഒരു നിലപാട് അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനം നടക്കാൻ പോകുന്നില്ല എന്ന് തലയിൽ കൈവച്ച് പറയുകയാണ് BJP. പോരാത്തതിന് അവിടെയുള്ള ജനങ്ങളും ഇപ്പോൾ ഇതേ ഒരു ലൈനിലേക്ക് വരികയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.